മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദത്തിൻ്റെ ഹവ്വായുടെ പാപങ്ങൾ നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ച മാർഗമാണ് നാം പല പ്രാവശ്യം ശ്രവിച്ചിട്ടുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായം 16-ാം വാക്യം. യോഹന്നാൻ 3:16 നമുക്ക് ഏറ്റവും അധികം സുപരിചിതമായ ഒരു വാക്യമാണ്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രക്ഷയുടെ കാരണമായിരിക്കുന്ന ആ തിരുവചനം. യോഹന്നാൻ 3:16 അറിയാത്തവർ കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. അതെന്താണ്? തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ഇരിക്കുന്ന നിങ്ങളെ എന്നെ ദൈവം സ്നേഹിച്ചത് രക്ഷിക്കാൻ വേണ്ടിയാണ്, നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ്. ആ നിത്യജീവൻ നൽകാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ച മാർഗം ത്രിത്വത്തിലെ 2-ാം ആളായ യേശുവിനെ, പുത്രനമ്പുരാന് മനുഷ്യനായി ഭൂമിയിലേക്ക് അയക്കുക എന്നതാണ്. അങ്ങനെ ഭൂമിയിൽ അവതീർണനായ യേശുവിൻ്റെ ജനന തിരുനാളിന് ഒരുങ്ങുന്ന 25 നോമ്പിൻ്റെ ആദ്യത്തെ ദിവസം ഡിസംബർ മാസം 1-ാം തീയതി മംഗളവാർത്താ കാലത്തിൽ നാം ഇന്ന് ആയിരിക്കുകയാണ്. ആ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിലെ 2:11 നമുക്കും സുപരിചിതമാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ ഭൂമിയിൽ പ്രകടമായി, എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ലൂക്ക 2:11. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ അതിനാണ് ഈ മംഗളവാർത്താ കാലത്തിൽ നമ്മൾ ഒരുങ്ങുന്നത്. ഈ 28-ാമത് ജെറൂസലം കൺവെൻഷനിൽ അതിൻ്റെ അർത്ഥലക്ഷ്യങ്ങൾ, എന്തിനു വേണ്ടിയാണ് ഈ കൺവെൻഷൻ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, എൻ്റെ കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ, ലോകത്തിൽ വീണ്ടും ജനിക്കുന്ന അനുഭവമുണ്ടാകാൻ. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിലാണെന്നറിയാം. കുടുംബത്തിൻ്റെ തകർച്ച, വിവാഹം വേണ്ട, മക്കൾ വേണ്ട, മാതാപിതാക്കളെ വഴിയാധാരമാക്കുന്നു, ദാമ്പത്യ വിശുദ്ധിയില്ല, എപ്പോഴും കുടുംബത്തിലെ പ്രതിസന്ധി. ആ കുടുംബത്തിലെ പ്രതിസന്ധിയാണ് ഇടവകയിൽ, സഭയിൽ, ലോകത്തിൽ, സമൂഹത്തിലൊക്കെ പ്രതിഫലിച്ചു കാണുന്നത്. കുടുംബം രക്ഷപ്പെട്ടാൽ സഭ രക്ഷപ്പെട്ടു. കുടുംബം രക്ഷപ്പെട്ടാൽ മക്കളുണ്ടാകും. കുടുംബം രക്ഷപ്പെട്ടാൽ പ്രായമായവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും. കുടുംബം രക്ഷപ്പെട്ടാൽ മക്കളുടെ വളർച്ച ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാകും. ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും മാതൃകാപരമായ കുടുംബം യേശുവിൻ്റെ കുടുംബമാണ്. ത്രിത്വമാണ് ആദർശവത്തായ കുടുംബം. അവിടെ സ്നേഹമാണ്, ദാനമാണ്, സ്വീകരണമാണ്, ഐക്യമാണ്. അങ്ങനെ 3 വ്യക്തികൾ ഒരൊറ്റ സ്വഭാവമായി ഒന്നായിരിക്കുന്ന ത്രിത്വത്തിൻ്റെ മാതൃകയിൽ തന്നെ തിരുക്കുടുംബമുണ്ടായി. യൗസേപ്പിൻ്റെ, മറിയത്തിൻ്റെ കുടുംബം. അവിടെയാണ് ഈശോ പിറന്നു വീണത്. ആ കുടുംബത്തിലുണ്ടായ ലക്ഷണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനായിട്ടുള്ള ഒരു മാർഗവും അത് തന്നെയാണ്. അതേക്കുറിച്ച് പറയുന്നതിന് ഒരുക്കമായി ഇന്ന് ഈ പ്രഭാഷണത്തിൽ
കുടുംബം രക്ഷപ്പെട്ടതായി യേശു പറയുന്ന ഒരു സുവിശേഷ ഭാഗം ധ്യാനിക്കാൻ, നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടാൻ, മറിയത്തിൻ്റെ യൗസേപ്പിൻ്റെ കുടുംബം രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ, അതിനേക്കാൾ അപ്പുറത്ത് ഇന്ന് എങ്ങനെയാണ് ഈ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ധ്യാനിക്കാൻ ബൈബിളിൽ ഇന്ന് ഈ കുടുംബം രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന്, രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ ആ വാക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ, ലൂക്ക 19:9 ആ വാക്യം, ലൂക്ക 19:9. ഈ വാക്യം ഇന്ന് നിന്റെ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് ഈ കൺവെൻഷനിൽ വന്നിരിക്കുന്നവരിൽ കേൾക്കാനായിട്ട്, യേശുവിൽ നിന്ന് കേൾക്കാനായിട്ട് ആഗ്രഹമുള്ളവർ, ഞാനും കരിസ്മാറ്റിക് ആവുക പട്ടത്തച്ഛനെ പോലെ, ഒന്ന് ഇങ്ങനെ ആഗ്രഹമുള്ളവർ 2 കൈകളൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ആഗ്രഹമുള്ളവർ മാത്രം ഒന്നുകൂടി പറഞ്ഞാൽ മതി. ഒന്നുകൂടി. ദേവിസച്ച എല്ലാവർക്കും കുടുംബം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുടുംബം ആരുടെ കുടുംബമാണ് എന്ന് ആദ്യം തന്നെ ചിന്തിക്കുക. അതൊക്കെ നമ്മുടെ കുടുംബങ്ങൾ തന്നെയാണ്. ആ കുടുംബം രക്ഷപ്പെടാനായിട്ടുള്ള മാർഗം എന്തായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. അത് ആരുടെ കുടുംബമാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരുടെ കുടുംബത്തെക്കുറിച്ചാണ്? ലൂക്ക 19:9. ആരുടെ കുടുംബ? ഒന്ന് വായിച്ചേ, ലൂക്ക 19:9. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. രക്ഷ കിട്ടിയിരിക്കുന്നു. ആരാ? സക്കേവൂസ്. ഈ സക്കേവൂസ് ഞാനും നിങ്ങളോ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ സക്കേവൂസിനെ കാണാം. 19-ാമത്തെ അധ്യായത്തിൽ യേശു യെറീക്കോയിൽ നിന്ന് പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സക്കേവൂസിനെ പറയുന്നുണ്ട്. അവൻ്റെ കുറച്ച് വിശേഷണങ്ങൾ 2-ാമത്തെ വാക്യത്തിലുണ്ട്. 19 തന്നെ നമുക്ക് വായിക്കാം. 2-ാമത്തെ വാക്യത്തിൽ അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. അവന് 2 പ്രത്യേകതയുണ്ട്. അവൻ സമൂഹത്തിലെ ഉന്നതനായ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇവിടെ ഈ വചനകൂടാരത്തിൽ പ്രധാനപ്പെട്ടവരല്ലാത്ത ഏതെങ്കിലും വ്യക്തി ഉണ്ടോ അച്ഛാ? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും പ്രധാനപ്പെട്ടവരാ. പിന്നെ 2-ാമത്തെ വിശേഷണം ധനികരാണ്. ധനം എന്ന് പറഞ്ഞാൽ അത് പണം മാത്രമല്ല, സാമ്പത്തികം മാത്രമല്ല, മറ്റു പലതരത്തിലുള്ള ധനമുണ്ട്. ധനികനാണ്. ഞാനെന്ന ഭാവമുണ്ട്, അഹങ്കാരമുണ്ട്, സ്വാർത്ഥതയുണ്ട്. ഇതിലെല്ലാവരെയും സംബന്ധിച്ചും ഞാൻ എന്നൊരു ഭാവം ഇന്ന് കുടുംബത്തിലെ, ഇടവകയിലെ, സഭയിലെ, രൂപതയിലെ എല്ലാം മിക്കവാറും എല്ലാ വഴക്കുകളുടെയും കാരണം ഞാനടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും വഴക്കുകളുടെയും കാരണം ഓരോ വ്യക്തിയുടെയും ഞാൻ എന്ന ഭാവമാണ്. അതാണ് ഈ പറയുന്ന ധനികൻ, ഞാൻ എന്ന ഭാവം. ഈ ഭാവത്തിലുള്ള മനുഷ്യരാണ്. ഇങ്ങനെയുള്ള നമ്മൾ, എൻ്റെ കാര്യം ഞാൻ പറയുന്നത് പോലെ നടക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന മനുഷ്യരാണ്. പക്ഷേ അങ്ങനെയുള്ള മിക്കവാറും പേർക്കും എന്തെങ്കിലും ഒരു കുറവുണ്ട്. അടുത്ത വാചകം എന്തോന്നാ? യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നു. അവനൊരു കുറവുണ്ടായിരുന്നു. അതെന്താ? എന്താ? പൊക്കക്കുറവ്. ഈ പൊക്കക്കുറവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളമുണ്ട്. അതിന് മുമ്പുള്ള ഒരു കഥ ധനികനായ ഒരു ഈ ചെറുപ്പക്കാരനെ കുറിച്ചാണ്. അത് കേട്ടിട്ട് അങ്ങനെയുള്ളവൻ്റെ കുറവിനെ കുറിച്ചും നമ്മൾ ഉടനെ തന്നെ ഒന്ന് ചിന്തിക്കാൻ പോവാം. ഇതിന് തൊട്ട് മുമ്പ് തന്നെ, സക്കേവൂസിൻ്റെ ചരിത്രം പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ 2 കാര്യങ്ങൾ. ബർത്തിമേവൂസിന് കാഴ്ച കൊടുക്കുന്നൊരു കാര്യമുണ്ട്. അതിനു മുമ്പ് ധനികനായൊരു മനുഷ്യൻ, അത് മാർക്കോസ് സുവിശേഷകൻ പറയുന്നതനുസരിച്ച് ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ കുറവിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കാട് സുവിശേഷം 18:21 അത് പറയുന്നത്. അങ്ങനെ ഒരു കുറവുള്ളൊരു മനുഷ്യൻ, അതാരാ? യേശു പറയുന്നതാ. ധനികനായ മനുഷ്യൻ. 21-ാമത്തെ വാക്യം.
അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. അടുത്ത വാക്യം അത് കേട്ട് 22. യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. ഇനിയും നിനക്കൊരു കുറവ്. സക്കേവൂസിന്റെ കുറവ് എന്താ? പൊക്കക്കുറവ്. ധനികനായ മനുഷ്യന്റെ കുറവ് എന്താ? ആ ചെറുപ്പക്കാരന്റെ കുറവ് ഏതാ? അടുത്ത വാചകം വായിച്ച് അവന്റെ കുറവ് മനസ്സിലാവും. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അവന്റെ കുറവ് പണമാ, ഞാനെന്ന ഭാവമാ. ധനികനായിരിക്കുന്നതാണ് അവന്റെ കുറവ്. ദൈവത്തെ ഏറ്റവും വലിയ നിധിയായി, സമ്പത്തായി, എല്ലാമായി സ്വീകരിക്കാതെ ഞാൻ എൻ്റെ പണം, എൻ്റെ സ്വത്ത്, എൻ്റേതായ ഭാവം ഇതായിരിക്കുന്നതാണ് ആ ധനികനായ എന്ന് പറയുന്ന ഭോഷനായ ചെറുപ്പക്കാരന്. ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. ഞാൻ ജെറൂസലം കൺവെൻഷനിലെ ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? ഇതുപോലെ ചോദ്യം ഇതാണ്. ഇങ്ങനെയുള്ള കൺവെൻഷന് വന്നിരിക്കുന്നത് രക്ഷ കിട്ടാനാണ്, രക്ഷയുടെ സന്ദേശം ലഭിക്കാനാണ്. പക്ഷേ യേശു നിന്നെക്കുറിച്ച് നോക്കിയിട്ട് പറയുകയാണ്, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. ചോദ്യം ഇതാണ്, ഈ കുറവില്ല എന്ന് തോന്നുന്നവർ ഒന്ന് കൈമൊന്തിക്കാമോ? ഞാൻ ആദ്യം കൈ താത്തിയിട്ടു. ഒരു കുറവുമില്ല എന്ന് തോന്നുന്നവർ, അങ്ങനെ ചിന്തിക്കുന്ന കുറേ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുണ്ട്. വീട്ടിൽ കാരണവന്മാർ അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ ഞാനാ പറയണേ എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൽ ഈ കുറവില്ലാത്തവർ യേശു നിന്നെ നോക്കി പറയുക, ഇനിയും നിനക്കൊരു കുറവുണ്ടെന്ന്. ഇങ്ങനെ എന്നെക്കുറിച്ച് നിന്നെക്കുറിച്ചൊന്നും പറയില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് തോന്നുന്നവർ ഒന്ന് കൈമതിക്കാമോ? അച്ഛൻ നോക്കിയേ, ആരും കാണാം. എന്നാൽ കുറവുണ്ടെന്ന് തോന്നുന്നവരൊന്ന് കൈവദിക്കാമോ? എല്ലാവരും പൊതിച്ചു. ഇവിടെയാണ് ഈ വചന സന്ദേശത്തിൻ്റെ, ഈ കൺവെൻഷൻ്റെ രക്ഷയ്ക്കുള്ള ആഗ്രഹത്തിൻ്റെ പ്രസക്തി. ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ അവതീനനായത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ, പൊക്കക്കുറവായിരിക്കാം, അഹങ്കാരമായിരിക്കാം, മറ്റു പലതരത്തിലുള്ളതായിരിക്കാം, ഇങ്ങനെയുള്ള കുറവുകളുള്ളവരെ നിറവുകളാക്കാൻ ഒരൊറ്റ ആൾക്കേ സാധിക്കൂ. ദൈവം പൂർണ്ണനായവൻ ഇറങ്ങി വന്നാൽ മാത്രമേ കുറവ് പരിഹരിക്കുകയുള്ളൂ. ആ ധനികനായ ചെറുപ്പക്കാരൻ്റെ സമ്പത്ത് പണമാണെന്ന് വിചാരിച്ചപ്പോൾ നിന്റെ ഈ അധികം, നിന്റെ ധനം എന്ന് പറയുന്നത്, നമുക്ക് പണമൊക്കെ വേണം, വേണ്ടെന്നല്ല പറയണത് കേട്ടോ, അതല്ല, അത് ജീവിതത്തിന് ആവശ്യമാണ്. അതേ സമയത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് പണത്തെ വെച്ച മനുഷ്യനോട് പറഞ്ഞു, നിനക്ക് കുറവാണ്, നീ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പണത്തെ വെച്ചത് നീ ഉപേക്ഷിക്കുക, എന്നിട്ട് നീ എന്നെ അനുഗമിക്കുക, ഞാൻ പറയുന്നത് പോലെ നടക്കുക. ഇതാണ് സക്കേവൂസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണും. അവൻ പ്രതാപവാനാണ്, ധനികനാണ്, പക്ഷെ അവൻ്റെ പൊക്കക്കുറവ് കുറിയ മനുഷ്യൻ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ്റെ പണത്തെ പ്രതിഷ്ഠിച്ചതാണ്. ഇവിടെ വരുമ്പോൾ ഈ കൺവെൻഷനിൽ ഈ പൊക്കക്കുറവുള്ളവർക്ക്, ഞാൻ പറഞ്ഞ പൊക്കക്കുറവ് കേട്ടോ, ബൈബിളിലത്തെ പൊക്കക്കുറവുള്ളവർക്ക് ഒരു മോഹമുണ്ടാകണം. സക്കേവൂസിനുണ്ടായ ഒരു മോഹം. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾ എന്താ അങ്ങനെ വന്ന് ഈ കൺവെൻഷന് വന്നത്? ആര് പറഞ്ഞിട്ട്? വീട്ടിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടാണോ, അതോ രോഗം മാറാനാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ പോന്നേ? ഇവരൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് വന്നതല്ലേ? സക്കേവൂസിൻ്റെ മനോഭാവമെങ്കിലും നമുക്കുണ്ടാകട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. അടുത്ത വാചകത്തിൽ യേശു ആരെന്ന് കാണാൻ, അതിൽ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ ഈ സക്കേവൂസിനുണ്ടായ ആഗ്രഹമെങ്കിലും നിങ്ങൾക്കുണ്ടോയെന്നാണ് ചോദ്യം. സക്കേവൂസിനുണ്ടായ ആഗ്രഹം, അവന് ഒരുപാട് കുറവുണ്ട്, പക്ഷെ അവനുണ്ടായ സക്കേവൂസിനുണ്ടായ ആഗ്രഹം നിങ്ങൾക്കുണ്ടോന്ന്, എനിക്കുണ്ടോന്നാണ് ചോദ്യം. ഒന്ന് വായിക്കാമോ 3-ാമത്തെ വാക്യം? യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു.
ആഗ്രഹിച്ചു. ഈ കൺവെൻഷനിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തമായിട്ടുണ്ടാകണമെങ്കിൽ നമ്മളതിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. നമ്മളിവിടെ വചന കൂടാരത്തിൽ വന്നു, കുറേ പേര് ഓൺലൈനിൽ, അകലെയുള്ളവരൊക്കെ ഓൺലൈനിലില്ലേ, പങ്കെടുക്കുന്നില്ലേ? അപ്പോൾ ആഗ്രഹമുണ്ടാകണം. യേശു ആരെന്ന് കാണാൻ സക്കേവൂസിന് ആഗ്രഹമുണ്ടായതുപോലെ എനിക്കും നിങ്ങൾക്കും ഈ രക്ഷ കിട്ടണമെങ്കിൽ അതിൻ്റെ മാർഗം ആഗ്രഹമുണ്ടാകണം. അപ്പോൾ അവൻ എന്താ ചെയ്തേ? അടുത്ത വാക്യത്തിൽ, യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുന്ന നേരത്ത് ചിലർ നല്ല ഓട്ട മുമ്പിൽ വന്നിരിക്കാൻ, കൺവെൻഷന് മുമ്പേ ഓടി ഏറ്റവും മുമ്പിലിരിക്കാൻ. നമ്മുടെ പ്രേക്ഷിതർ ചെയ്യണ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം അതാ തോന്നിയത്. മുമ്പേ ഓടുക, താല്പര്യം, ആഗ്രഹം. അത് കഴിഞ്ഞ് കയറാൻ പറ്റണ മരത്തിൻ്റെ മുകളിൽ, സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ, അതുമ്പോൾ കയറാൻ വളരെ എളുപ്പമാണ്. അധികം ഉയരത്തിലില്ല, അതേ സമയത്ത് അതിൻ്റെ കമ്പുകളും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഏതൊരു മനുഷ്യനും കയറാവുന്ന തരത്തിലുള്ളൊരു മരമാണ്, വലിയ ഇലയുമാണ്. ഇനി മറ്റുള്ളവർ കളിയാക്കുന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല സിക്കമൂർ മരത്തിൻ്റെ ഇലയുടെ ഇലയിൽ ഒളിച്ചിരിക്കാൻ. അപ്പോൾ ഈ കൺവെൻഷന് ഇവിടെ ഇങ്ങനെ പേടിച്ചിട്ട് ആരും വന്നതായിട്ട് തോന്നണില്ല നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ ചിലയിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം കൊണ്ട് അധികം പാത്തും വൈകി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഏകദേശം സക്കേവൂസ് ആ മോഡലിൽ ഇങ്ങനെ ഇലയുടെ മറവിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് യേശു ആ വഴിക്ക് കടന്നുപോയത്. നീ കണ്ടില്ലെങ്കിലും നിന്നെ കാണുന്നവനാണ് നിന്റെ കൂടെയുള്ളവൻ. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോയി. അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയവരാ. യേശുവിൻ്റെ പ്രവചനങ്ങൾ മനസ്സിലാക്കാതെ പോയവരാ. അവരോട് ജെറൂസലമിൽ വസിക്കാനായിട്ട് ലൂക്ക 24:49 അപ്പോസ്തലന്മാർ 1:4 പറഞ്ഞതാ. അതൊന്നും ഗവനിക്കാതെ യേശു പറഞ്ഞ വാഗ്ദാനം മനസ്സിലാക്കാതെ, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് മനസ്സിലാക്കാതെ, ഇതൊന്നും മനസ്സിലാക്കാതെ അവർ സ്വന്തം വഴിക്കായി അവർ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ നടന്ന യേശുവിനെയാണ് എമ്മാവൂസ് ശിഷ്യന്മാരുടെ ചരിത്രത്തിൽ കാണുന്നത്. പക്ഷെ അവന് തിരിച്ചറിഞ്ഞില്ല. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. നാം കണ്ടില്ലെങ്കിലും നമ്മെ കാണുന്ന യേശു മുകളിലേക്ക് നോക്കി അടുത്ത വാചകത്തിൽ ഒരു വിളിയുണ്ട്. അതൊന്ന് വായിക്കാമോ? 19-ാമത്തെ അധ്യായത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇപ്പൊ എന്നെയും നിങ്ങളെയും നോക്കി ഈ രക്ഷയ്ക്കായിട്ടുള്ളതിൽ അടുത്ത വിളിയുണ്ട്. ആ വിളി എന്താ? ഒന്ന് വായിക്കാമോ? സക്കേവൂസ് വേഗം ഇറങ്ങി വരിക. ഈ കൺവെൻഷൻ സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്, എന്നോട്, നിങ്ങളോട്, നീ കാണുന്നില്ല, ഒളിച്ചിരിക്കലാണെങ്കിൽ പോലും പറയുകയാ, നീ ഇറങ്ങി വരിക. നീ കയറിയിരിക്കുന്നത് നിന്റെ ധനത്തിൻ്റെ പുറത്താണ്. നീ കയറിയിരിക്കുന്നത് നിന്റെ അഹങ്കാരത്തിൻ്റെ പുറത്താണ്. നീ കയറിയിരിക്കുന്നത് നിന്റെ പ്രതാപത്തിൻ്റെ പുറത്താണ്. അവിടെ ഒന്നും ഇരുന്നാൽ നിനക്ക് കാര്യമില്ല. നീ ഒളിച്ചിരിക്കുക, അതുകൊണ്ടും കാര്യമില്ല. നിനക്ക് നിന്റെ ജീവിതത്തെ തുറന്നു കാട്ടാനുള്ള മനോഭാവമില്ല. നീ നിന്റെ അഹങ്കാരത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്ന് ഇറങ്ങി വാ. ഇങ്ങനെ ഒന്ന് ഇറങ്ങി വരാൻ തയ്യാറുള്ളവരൊന്ന് ഉറക്കെ കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. എനിക്ക് ഉറപ്പാണ് ഈ കൺവെൻഷൻ അനുഗ്രഹദായകമാകും. കാരണം നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു വാചകമുണ്ട്. അടുത്ത വാക്യം, ഇതിനായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതെന്താണ്? ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. എനിക്കിന്ന് ഈ കൺവെൻഷനിൽ കേൾക്കുന്നത്, എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കണം, നിന്റെ ഹൃദയത്തിൽ താമസിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ മംഗളവാർത്തയിൽ പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കണം, നിന്റെ ഹൃദയത്തില്, നിന്റെ തിരുക്കുടുംബത്തില് ഈശോ പിറക്കണം.
മംഗളവാർത്ത കാലത്തിൻ്റെ അർത്ഥ ലക്ഷ്യങ്ങൾ അതാണ്. നിന്റെ ജീവിതത്തിലേക്ക് ഈശോയ്ക്ക് വരണം. ഇന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയാണ് സക്കേവൂസിലും. ആ വാചകം കേൾക്കലാണ് ദൈവവചനം കേൾക്കൽ. യേശു വരണം. യേശു വന്നു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകും. മറിയത്തിൻ്റെ ജീവിതത്തിൽ, യൗസേപ്പിൻ്റെ ജീവിതത്തിൽ തിരുക്കുടുംബമായത് എങ്ങനെയാണെന്ന് ചിന്തിക്കാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. സക്കേവൂസിൻ്റെ വീട്ടിൽ യേശു വന്നപ്പോൾ എന്താ സംഭവിച്ച? അടുത്ത വാചകം, അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. വീട്ടിൽ സ്വീകരിച്ചു. എന്നിട്ട് ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നു. കൺവെൻഷന് പോയപ്പോൾ വീട്ടിലുള്ളവരുടെ അയൽപ്പക്കക്കാരൊക്കെ നിങ്ങൾ പലരും കളിയാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഒക്കെ വേറെ തൊഴിലില്ലാണ്ട് നടക്കുന്നവരാണ്. ഇല്ലേ, കുറച്ച് പേരെങ്കിലും കളിയാക്കിയിട്ടില്ലേ? എന്നിട്ട് നിന്റെ വീട്ടിൽ നീ കൺവെൻഷനാ പോണേ. അത് കഴിഞ്ഞിട്ട് സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. കർത്താവ് വരുന്ന യോഹന്നാന്റെ സുവിശേഷം 8:12 പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നതിന് അന്ധകാരത്തിൽ നടക്കുകയില്ല. യേശു പ്രകാശമാണ്. പ്രകാശമാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കാണും, തിരിച്ചറിയും. നമ്മുടെ ഈ തലൂര് ഇടവകയുടെ പണ്ട് അത് ഇടവകയാക്കിയ ആ അവസരത്തിൽ അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഒല്ലൂർ പള്ളിയിലത്തെ 3ാമത്തെ കൊച്ചച്ഛനായിരുന്നു. പണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവം. ഒല്ലൂർ പള്ളി 1977. അത് കഴിഞ്ഞ് 78 നവീകരണ വർഷം പ്രഖ്യാപിച്ചു. നവീകരണ വർഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആ വർഷം അവിടെ ബാൻഡ് സെറ്റൊന്നും വേണ്ടാന്ന് പറഞ്ഞു പ്രദർശനത്തിന്. ഞാൻ ഒല്ലുകാരോടുള്ള വിഷമം കൊണ്ടൊന്നല്ല കേട്ടോ. കുറച്ച് പേര് ഒല്ലുകാർ കൂടി ഇരുന്ന് അറിയാം. ഞാൻ എൻ്റെ 45 കൊല്ലം മുമ്പത്തെ ചരിത്രം പറയണ കേട്ടോ. 3ാമത്തെ കൊച്ചച്ഛനായിരുന്നു. ഈ അച്ഛന്മാർക്ക് ആദ്യത്തെ അനുഭവം മറക്കില്ലല്ലോ. ഞാനിങ്ങനെ 1977-78 അപ്പോൾ സെബാസ്റ്റ്യൻ്റെ പെരുന്നാളാണ്. അപ്പോൾ കൊച്ചച്ഛന്മാർക്ക് തീക്ഷ്ണത കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാലോ. അന്ന് എനിക്ക് തീക്ഷ്ണതയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറേ പോയി. അപ്പോൾ തീക്ഷ്ണതയിൽ ഞാൻ പറഞ്ഞു, നമുക്ക് നവീകരണ വർഷമാണ്, നവീകരണ വർഷത്തിന് നമുക്ക് ഈ ബാൻഡൊന്നും വേണ്ട, പ്രാർത്ഥന മതി. അങ്ങനെ പ്രദർശനത്തിന് ഞാൻ മുന്നിൽ കുരിശും കൊടയുടെയൊക്കെ പിന്നിൽ ഇങ്ങനെ മുന്നിൽ നിന്നിട്ട്, കൊച്ചച്ഛനല്ലേ, നിന്ന് പ്രാർത്ഥന ഇങ്ങനെ ലീഡ് ചെയ്തു. അവിടെ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് എൻ്റെ മുമ്പിൽ വന്ന് ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ ബ്ലോക്കിങ് എനിക്കിഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്കുണ്ട്. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ വഴിക്ക് 2 പേര്, അവർ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. അത് ആ ഭാഗത്തുകാരുള്ളവരല്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആടിയിട്ട് വന്നു. എന്താ അത് ഇവിടെ പ്രാർത്ഥനയാണ്? എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അച്ഛന്മാരൊക്കെ കൂടിയിട്ട് തുടങ്ങിയിരിക്കുക ഒരു നശീകരണ വർഷം. നവീകരണ വർഷത്തിന് അവർ കൊടുത്ത പേര്, അവരുടെ പേര് നശീകരണം. ബാൻഡും ഇല്ല, തുള്ളലും ഇല്ല, ചാട്ടവും ഇല്ല. ശരിയാവുമോ? പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. അപ്പം ഞാനും കൂടി അച്ഛന്മാരൊക്കെ കൂടി ചെയ്തത് എന്താ? നശീകരണം. അപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നവീകരണം വേണമെങ്കിൽ 2 ഭാഗമുണ്ട്. 1 നശിപ്പിക്കണം, 2 നിർമ്മിക്കണം. ദൈവരാജ്യം സ്ഥാപിക്കാനായി ഭൂമിയിൽ അവധിയുണ്ടായി. മാർക്കോസ് 1:15 നോക്കി. അതിൻ്റെ ഇടയിൽ ലൂക്ക 19 ഞാൻ വിടണില്ല കേട്ടോ, അത് നമ്മൾക്ക് എത്തുക. മാർക്കോസ് 1:15 ഒന്ന് പറഞ്ഞാൽ. മാർക്കോസ് 1:15. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി. കൺവെൻഷൻ സമയം പൂർത്തിയായി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിന്റെ ദൈവരാജ്യം നിന്റെ ഹൃദയത്തില്, ഇന്ന് നിന്റെ കുടുംബത്തിൽ ഈശോ വരിക. ദൈവം വരുന്ന രാജ്യം അത് ഹൃദയവും കുടുംബവും ഒക്കെ ദൈവരാജ്യമാണ്. അതിന് 2 നിബന്ധനകൾ അവിടെ മാർക്കോസ് 1:15 പറഞ്ഞു. 1, അനുദപിക്കണം, പലതും നശിപ്പിക്കണം, തെറ്റ് ഏറ്റുപറയണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റം വരണം, അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണം. നമ്മുടെ ധൂർത്തപുത്രൻ്റെ കഥയിൽ ലൂക്ക 15:17 വായിക്കുന്ന പോലെ സുബോധമുണ്ടാകണം, തിരിച്ചു നടക്കണം, നീ അനുദപിക്കണം, തെറ്റിന് മാപ്പ് ചോദിക്കണം. കൺവെൻഷൻ്റെ ആദ്യത്തെ ലക്ഷ്യവും ലക്ഷണവും അത് തന്നെയാണ്, അനുദപിക്കണം. 2ാമത്
സുവിശേഷത്തിൽ വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ സക്കേവൂസിന്റെ ജീവിതത്തില് യേശുവിൻ്റെ ശബ്ദം കേട്ടു. മറിയത്തിൻ്റെ ജീവിതത്തില് ഗബ്രിയേൽ ദൂതനിലൂടെ ദൈവത്തിൻ്റെ വചനം, സുവിശേഷം, മംഗളവാർത്ത കേട്ടു. സ്വപ്നത്തിൽ യൗസേപ്പ് പിതാവിന് ഈ സുവിശേഷം കേട്ടു. അപ്പോൾ ദൈവം ജനിക്കണമെങ്കിൽ, രക്ഷ കിട്ടണമെങ്കിൽ, രക്ഷകനെ അനുഭവിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്. 1, ദൈവവചനം ശ്രവിക്കണം. 2, ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെടണം. 3, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകണം, ആവാസമുണ്ടാകണം. ഏതൊക്കെ 3 കാര്യങ്ങൾ? രക്ഷ കിട്ടണമെങ്കിൽ 3 കാര്യങ്ങൾ. 1, വചനം ശ്രവിക്കണം. 2, വചനത്തിന്, ദൈവഹിതത്തിന് വിധേയപ്പെടണം. 3, പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടാകണം. പരിശുദ്ധ കന്യകാമറിയം ഗബ്രിയേൽ ദൂതനിലൂടെ വചനം കേട്ടപ്പോൾ സംശയമുണ്ടായി, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എലിസബത്തിൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കൺവെൻഷൻ പ്രസംഗത്തിൽ നടക്കുന്ന പോലെ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ 2-ാമത്തെ ഭാഗം ലൂക്ക 1:38 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. ദൈവവചനത്തിന്, ദൈവഹിതത്തിന് വിട്ടുകൊടുക്കൽ. മറിയം സ്വാതന്ത്ര്യത്തിന് കൊടുത്ത നിർവചനം അടിമയാകലാണ്. ദൈവത്തിൻ്റെ അടിമയാണ് സ്വാതന്ത്ര്യം. പാപത്തിൻ്റെ, തിന്മയുടെ, സ്വാർത്ഥതയുടെ, ലൗകികതയുടെ, ജഡികതയുടെ അടിമയാകലാണ് അസ്വാതന്ത്ര്യം. ഈ ദൈവത്തിൻ്റെ അടിമയാകലാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതിനെ ഇന്ന് എന്തുമാത്രം ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ഓരോ വൈദികനും അച്ഛനാകുമ്പോൾ പറയുന്ന അതാണ്. ഓരോ കന്യാസ്ത്രീയും സമർപ്പിതരാകുമ്പോൾ പറയുന്ന അതാണ്. ഓരോ ദമ്പതിയും വിവാഹത്തിൽ പറയുന്നത്, സമർപ്പണത്തിൽ, ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ, ഞാൻ എന്നെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, ഞങ്ങൾ ഈ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഇനി ദൈവഹിതം മാത്രമേ നിറവേറ്റൂ എന്ന് പറയുന്ന വിധേയപ്പെടലാണത്. ഓരോ വ്യക്തിയും ജീവിതത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ, ദാസി എന്ന് പറയലാണ് നമ്മുടെ ദൈവഹിതത്തിന് വിധേയപ്പെടൽ. അപ്പോഴേ യേശു ജനിക്കുകയുള്ളൂ. യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്നത് നീതിമാൻ എന്നാണ്. യൗസേപ്പിൻ്റെ നീതി യഹൂദരുടെ നീതി ആയിരുന്നില്ല. യഹൂദരുടെ നീതി നിർവചനമാണെങ്കിൽ മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലണം. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹം നടക്കുന്നതിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ട കല്ലെറിഞ്ഞ് കൊല്ലണം, അതാണ് നിയമം. പക്ഷേ യൗസേപ്പ് പറഞ്ഞു, നീതിയുടെ നിർവചനം അത് ശരിയല്ല. നീതിക്ക് കരുണ എന്ന നിർവചനം കൊടുത്ത് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവം പറഞ്ഞു, നിന്റെ നീതിയുടെ നിർവചനം ശരിയല്ല. ഇപ്പൊ മുഴുവൻ നീതി നീതി നീതി, എല്ലായിടത്തും നീതി, നീതിശാസ്ത്രം, നീതി എന്നൊക്കെ എല്ലായിടത്തും പറയണേ. നിന്റെ നീതിയുടെ നിർവചനം ശരിയല്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവൾ ഗർഭിണിയായത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇതാണ് ദൈവത്തിൻ്റെ ഹിതം. നീ നിന്റെ കുടുംബത്തെ രക്ഷിക്കണം. നീ നിന്റെ ഭാര്യ മറിയത്തെ സ്വീകരിക്കണം. രക്ഷകനെ പിറക്കാൻ തിരുക്കുടുംബത്തിൽ മറിയത്തിന് നീ വഴിയൊരുക്കണം. അപ്പോൾ നീതിക്ക് യൗസേപ്പ് കൊടുത്ത നിർവചനം ദൈവഹിതം. മറിയത്തെ സ്വീകരിച്ചു, യേശുവിനെ സ്വീകരിച്ചു. യൗസേപ്പിൻ്റെ കുടുംബം തിരുക്കുടുംബമായി. ഇതാണ് നമുക്ക് മാർഗം. അപ്പോൾ നീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലായിടത്തും നീതി എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ആ നീതി യൗസേപ്പ് പറഞ്ഞ നീതിയാ. ആദിമസഭയിൽ വഴക്കുണ്ടായി. ക്രിസ്ത്യാനിയാവണമെങ്കിൽ യഹൂദനാകണം, ഛേദരാചാര കർമ്മം നടക്കണമെന്ന് പറഞ്ഞു. പലതരം അഭിപ്രായങ്ങളുണ്ടായി. പക്ഷെ അഭിപ്രായത്തിൻ്റെ അവസാനത്തിൽ അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ ദൈവം പത്രോസിനോട് വെളിപ്പെടുത്തിയതുപോലെ യൗസ് പത്രോസ് എഴുന്നേറ്റ് നിന്ന് ആദ്യത്തെ മാർപ്പാപ്പ പറഞ്ഞു,
വിശ്വാസത്തിനാണ് പ്രാധാന്യം, യഹൂദനാകണമെന്നില്ല യഹൂദ ക്രിസ്ത്യാനികൾ. ആ പത്രോസിന്റെ തീരുമാനം അവർ സ്വീകരിച്ചു. ആദിമസഭയിൽ സമാധാനമുണ്ടായി, രക്ഷയുണ്ടായി. ഇപ്പൊ മാർപ്പാപ്പ പറഞ്ഞിട്ട് പോലും സ്വീകരിക്കില്ല എന്നാ പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റലാണ് നീതി. അങ്ങനെ വന്നപ്പോൾ തിരുക്കുടുംബം രക്ഷയുടെ കുടുംബമായി യേശു ജനിച്ചു. അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ബർത്തിമേയുസിനോട് മാർക്കോസിന്റെ സുവിശേഷത്തിൽ 51 പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 18-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യത്തിൽ ജന്മന അന്ധനായ ഒരു മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ ഈ വചന കൂടാരത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരോട് ചോദിക്കുന്ന ചോദ്യമാണ് 41-ാമത്തെ വാക്യം. നിന്റെ വീട്ടിൽ യേശു ജനിക്കണോ? നിനക്ക് രക്ഷ വേണോ? സക്കേവൂസിന്റെ വീട്ടിൽ രക്ഷ കിട്ടിയതുപോലെ നിന്റെ വീട്ടിൽ രക്ഷ വേണോ? തിരുക്കുടുംബത്തിൽ ഈശോ പിറക്കാൻ അവസരമുണ്ടായ സ്വാതന്ത്ര്യവും നീതിയും പോലെ നിന്റെ വീട്ടിൽ വേണോ? യേശു ഇവിടെയുള്ള ഓരോരുത്തരോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതെന്താ? അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു എന്ത്? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? യേശു ഈ കൺവെൻഷനിൽ നിങ്ങളോട് ചോദിക്കുക. ആ ജന്മനാ കുരുടനായ വലിക്ക് കാഴ്ച കിട്ടണം, കാണണം, ദൈവത്തെ കാണണം എന്ന് പറഞ്ഞു. ചോദ്യം നിങ്ങളോടാണ്. യേശു ഇന്ന് ഇവിടെയുള്ള ഓരോരുത്തരോടും ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അത് തിരിച്ചറിഞ്ഞ സക്കേവൂസ് തൻ്റെ തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിച്ച് 1 പകരം 4 ഇരട്ടി പറ്റിച്ചെടുത്തതൊക്കെ തിരിച്ചു കൊടുത്ത് അവനാകെ മാനസാന്തരപ്പെട്ടു. യൗസേപ്പ് മറിയത്തെ സ്വീകരിച്ചു, ഈശോയെ സ്വീകരിച്ച് യേശു എന്ന് പേരിട്ടു. ഈശോയെ രക്ഷപ്പെടുത്താൻ വേണ്ടി, കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈജിപ്തിലേക്ക് ഓടി, പിന്നെ നസ്രത്തിലേക്ക് വന്നു. ദേവാലയത്തിൽ അവരെ കണ്ടെത്താൻ അവരെ കൊണ്ടുപോയി. ഇവിടെ ചോദ്യം ഇതാണ്, മക്കളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങളോട് ചോദിക്കുകയാണ്. യേശു ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്താ പറഞ്ഞ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഒരു നിമിഷ സമയം ഒന്ന് കണ്ണൊന്ന് അടയ്ക്കാമോ? യേശു ഈ ചോദ്യം ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വീണ്ടും ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിക്കണം. പക്ഷേ നമ്മുടെ ആഗ്രഹം സക്കേവൂസിനോട് യേശു പറഞ്ഞതുപോലെ ആകട്ടെ, ബർത്തിമേയുസിനോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആകട്ടെ. നമുക്കൊരു നിമിഷ സമയം മനസ്സിലോർക്കാം, ദൈവം പറഞ്ഞതുപോലെ ഇന്ന് നിന്റെ ഭവന ലൂക്ക 19:9 പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയണം. നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഈ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിൻ്റെ ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയിൽ യേശു ഉരുവായത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതിനാൽ നിന്നിൽ നിന്ന് ജനിക്കുന്ന ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ കുടുംബവും നമ്മുടെ ഹൃദയവും നമ്മുടെ സഭയും എല്ലാം രോഗവും രക്ഷപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകണം. യോഹന്നാൻ 1:14 പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞു. ആ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് യേശു ജനിക്കുക. നമുക്കൊരു നിമിഷ സമയം പരിശുദ്ധാത്മാവിനോട് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടായാൽ സക്കേവൂസിനോട് പറഞ്ഞ വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകും. നമുക്കൊന്നുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുകയാണ്. ഇവിടെയുള്ള അച്ഛന്മാരൊക്കെ വന്ന് ഞാൻ ആശീർവാദം നൽകുമ്പോൾ അച്ഛന്മാരൊക്കെ ഒന്ന് കയറി വരിക. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുമ്പോൾ ഈ ആവാസത്തിനായി പ്രാർത്ഥിച്ച്
ആശീർവാദ പ്രാർത്ഥനയ്ക്ക് ശേഷം ദീപം തെളിയിക്കുന്നതാണ്. നമുക്ക് കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച് പരിശുദ്ധാത്മാവേ, ഈ വചനകൂടാരത്തിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ, സക്കേവുസിൻ്റെ കുടുംബത്തിൽ യേശു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടനമായി പരിശുദ്ധാത്മാവ് ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം.